അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 30 ദിവസം 30 ജുസ് വിശുദ്ധ ഖുർആനിലൂടെയുള്ള നമ്മുടെ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ 141 സൂക്തങ്ങളും അടങ്ങുന്ന ആദ്യ ഭാഗത്തെയാണ് നമ്മൾ ഒന്നാം ജുസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സൂറത്തു സ്വലാത്ത് എന്നും സൂറത്ത് ദുആ എന്നും പൊതുവിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിന്റെ ആകത്തുകയാണ്. സൂറത്തുൽ ഫാത്തിഹ മനുഷ്യ മനസ്സിന്റെ സന്മാർഗത്തിനായുള്ള തേട്ടത്തിന്റെ പേരാണ്. വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കത്തിന്റെ സംഗ്രഹമാണ്. രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറ 20-ാമത്തെ ആയത്ത് വരെ സംസാരിക്കുന്നത് വിശ്വാസികളെയും സത്യനിഷേധികളെയും അതോടൊപ്പം അതീവ അപകടകാരികളായ കപട വിശ്വാസികളെ കുറിച്ചുമാണ്. ഖുർആൻ ദൈവവചനമാണെന്ന് സംശയമുള്ളവരോടുള്ള വെല്ലുവിളിയാണ് 23-ാമത്തെ സൂക്തത്തിൽ. ഭൂമിയിൽ മനുഷ്യന്റെ ദൗത്യം എന്താണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് 30 മുതൽ 34 വരെയുള്ള സൂക്തങ്ങൾ സംസാരിക്കുന്നത്. അറിവുണ്ടായിട്ടും അഹങ്കാരം കാരണം പിശാച് എങ്ങനെ പുറന്തള്ളപ്പെട്ടു എന്ന മുന്നറിയിപ്പാണ് ഇബ്ലീസിന്റെ ചരിത്രം മുന്നിൽ വെച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത്. ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് മുൻഗാമികൾക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ വന്നേക്കാവുന്ന വിപത്തിനെ കുറിച്ചാണ് 40 മുതൽ 48 വരെയുള്ള സൂക്തങ്ങൾ നമ്മളോട് സംവദിക്കുന്നത്. അൽ ബഖറ എന്ന ഈ സൂറത്തിന് പേര് വരാനുള്ള കാരണം 67-ാമത്തെ സൂക്തം മുതൽ ബനൂ ഇസ്രായേലിന്റെ പശുവിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സംഭവമാണ്. അനാവശ്യമായ ചോദ്യങ്ങൾ ഒരു സമൂഹത്തെ എങ്ങോട്ടെടുപ്പിക്കുന്നു എന്നുള്ള സൂചനയാണ് അള്ളാഹു ഇതിലൂടെ സംവദിക്കുന്നത്. ഹാറൂത്തിനെയും മാറൂത്തിനെയും പരാമർശിക്കുന്ന 102-ാമത്തെ സൂക്തത്തിൽ മാന്ത്രിക വിദ്യയും പരീക്ഷണങ്ങളും എങ്ങനെ മനുഷ്യനെ വഴിതെറ്റിക്കുന്നു എന്ന സൂചനയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പരീക്ഷണങ്ങളിൽ എങ്ങനെയാണ് കൽപ്പനകൾ പൂർണ്ണമായി പാലിക്കുന്നതിലൂടെ അദ്ദേഹം ലോകത്തിന്റെ നേതാവായി തീർന്നത് എന്നുള്ളതിന്റെ വിശദീകരണം പടച്ചതമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നു. ലോകത്തിന്റെ കേന്ദ്രമായ കഅബയുടെ ചരിത്രപരമായ പ്രാധാന്യമാണ് വിശുദ്ധ ഖുർആൻ ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും 127-ാമത്തെ സൂക്തം മുതൽ കഅബയുടെ നിർമ്മാണത്തെ മുൻനിർത്തി നമ്മളോട് സംവദിക്കുന്നത്. അള്ളാഹുവിന്റെ വർണ്ണത്തിലൂടെയാണ്, അതല്ലാതെ നിങ്ങളുടെ വേഷത്തിലൂടെയല്ല. ആന്തരികമായ നിങ്ങളുടെ മാറ്റത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നേടേണ്ടത് എന്ന് സിബഗത്തുള്ള എന്ന ആശയത്തെ മുൻനിർത്തി 138-ാമത്തെ സൂക്തത്തിൽ മനുഷ്യരോട്, വിശ്വാസികളോട് അള്ളാഹു സംസാരിക്കുന്നു. ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ച് വിശദമായി പരാമർശിച്ച ശേഷം ഓരോ വ്യക്തിക്കും അവന്റെ ജയപരാജയങ്ങൾ സ്വയം നിലക്കുള്ള ഉത്തരവാദിത്തമാണെന്നും തറവാടിത്തമോ പാരമ്പര്യമോ അവരുടെ രക്ഷയ്ക്കായി ഉണ്ടാകില്ലെന്നും വിശദീകരിച്ചുകൊണ്ടാണ് ഈ ജുസ് സമാപിക്കുന്നത്.